ഈശോ നീ എൻ ജീവനിൽ നിറയണം. നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ, കനിവോലുമാരൂപം. ഈശോ നീ എൻ ജീവനിൽ നിറയണം. നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ, കനിവോലുമാരൂപം. പാട്ടുകൾ നമ്മെ പലപ്പോഴും പല ഓർമ്മകളിലേക്കും നല്ല അനുഭവങ്ങളിലേക്കുമൊക്കെ കൂട്ടിക്കൊണ്ടു പോകാറുണ്ട്. ഹൃദയതാളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഒരുപാട് നമുക്ക് സമ്മാനിച്ച് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായികയായി മാറിയ മരിയ കൊല്ലടിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. എണ്ണമില്ല നന്മകൾ എന്നിൽ ചൊരിയും വന്ദയായി ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എൻ്റെ നാവൽ ചൊല്ലിടുവാനായി സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എൻ്റെ നാവൽ ചൊല്ലിടുവാനായി നിത്യസ്നേഹമോർക്കുമ്പോൾ, വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ യെസ് മരിയ, എന്താണ് വിശേഷമൊക്കെ? സുഖമായിട്ട് പോകുന്നു. ഓക്കെ, മരിയയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ പപ്പ, അമ്മ, അനിയൻ, അനിയത്തി, അപ്പച്ചൻ, അമ്മച്ചി. ഓ, വീട്ടിലെല്ലാവരും പാടുവോ? വീട്ടിലങ്ങനെ ആരും പാടത്തില്ല. പിന്നെയും പാട്ടിനോടൊരു ഭയങ്കര താല്പര്യമൊക്കെ ഉള്ളത് അമ്മയ്ക്കാണ്. കുറച്ചൊക്കെ പാടും അമ്മ. ആണല്ലേ, ഓക്കെ. ഒത്തിരി പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് മരിയയാണ് പാടുന്നതെന്ന് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം. അവരെങ്ങനെ സന്തോഷം പങ്കുവെക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മരിയയുടെ ഒരു സംഗീത വളർച്ച? അല്ലെങ്കിൽ കൊയർ പാടിയാണോ ആരംഭിച്ചതൊക്കെ പാട്ടൊക്കെ? ഞാൻ ഇനീഷ്യലി പാടാൻ തുടങ്ങുന്നത് കാറ്റഗിസം സ്കൂളിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം അവിടെ കുഞ്ഞു കുഞ്ഞു കോമ്പറ്റീഷൻസിനൊക്കെ എന്നെ സിസ്റ്റർമാരൊക്കെ വിളിച്ചോണ്ട് പോകുമായിരുന്നു. അപ്പം അങ്ങനെയാണ് ആദ്യമായിട്ട് ഇങ്ങനെ പാട്ട് പഠിച്ച് പാടാനൊക്കെ തുടങ്ങിയത്. ഓക്കെ. പിന്നെ ഇങ്ങനെ പള്ളിയിലെ കൊയറിൽ അങ്ങനെ അതൊരു റുട്ടീനായി. പിന്നെ മരിയ ഏതിടവകയാണ്? എൻ്റെ ഇടവക ചേർപ്പുങ്കലാണ്, പാലരൂപത. പാലരൂപത ഉണ്ണീശോയുടെ പള്ളിയാണോ? ഉണ്ണീശോയുടെ പള്ളിയാണ്. അതെ, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണല്ലോ, തീർത്ഥാടന കേന്ദ്രമാണ്. തീർച്ചയായിട്ടും അവിടെയുള്ളവർക്കൊക്കെ ഒത്തിരി സന്തോഷമായിരിക്കും മരിയ പാടാനുണ്ട് എന്നുള്ളതല്ലേ? അതെ, അവിടെ എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. യെസ്, അടിപൊളി. എനിക്ക് തോന്നുന്നു മരിയ ശാലോം ടി വിയിലെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ മരിയയ്ക്ക് കൊടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം നമ്മുടെ ഹോളി ബീറ്റ്സ് എന്നുള്ള പ്രോഗ്രാമിലൂടെയാണ് മരിയയുടെ ഒരു ഗ്രാൻഡ് എൻട്രി എന്ന് പറയാം അല്ലേ? കാരണം തീർച്ചയായിട്ടും അതിലൊരു എനിക്ക് തോന്നുന്നു ഒരു ആരാധന യേശുപര എന്ന് പറയുന്ന സോങ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ചത്. അതെ, അതാണ് ഞാൻ ഫസ്റ്റ് പാടുന്ന പാട്ട് ഹോളി ബീറ്റ്സിൽ. ഓക്കെ. കാരണം അതാണ് ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ഒരു സോങ്. മരിയ എന്ന് പേര് പറയുമ്പോഴേ എല്ലാവരും ഓർക്കുന്ന ഒരു പാട്ട് കൂടിയാണ്. ഭയങ്കരമായിട്ട് റെക്കഗ്നൈസ് ചെയ്തൊരു പാട്ടായിരുന്നു. അതെ, ആ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു
യൂട്യൂബിലാണ് മരിയയുടെ പാട്ടുകൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. നേരിട്ട് ഇങ്ങനെ കേൾക്കാൻ സാധിച്ചത് ഒത്തിരി സന്തോഷം തോന്നുന്നു. ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കരിയറൊക്കെ എങ്ങനെ പോകുന്നു? പഠിത്തമൊക്കെ കഴിഞ്ഞോ? എൻ്റെ പഠിത്തമെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ മാസ്റ്റേഴ്സും കഴിഞ്ഞു. ഓക്കെ. ഇപ്പോൾ എങ്ങനെയാ മ്യൂസിക് തന്നെ കരിയറായി ചൂസ് ചെയ്യുവാണോ? ഇപ്പോൾ എൻ്റെ പ്ലാൻ അങ്ങനെ അല്ലായിരുന്നു. ഓക്കെ. പക്ഷേ എനിക്ക് ദൈവം ഈ വഴിയാണ് കാണിച്ചു തന്നത്. സോ ഓ. ഫൈനലി ഇങ്ങോട്ട് മ്യൂസിക്കിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ദൈവം തുറന്നു തന്നു. യെസ്. അപ്പോൾ എന്താണെങ്കിലും ദൈവം തന്ന ഒരു കഴിവ് നമ്മൾ അതെ, അതെ. മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളൊരു യെസ്. അതുമല്ല തോട്ട് നമുക്ക് ഉണ്ട് ഇപ്പോൾ. ലൈം ലൈറ്റിൽ ഇപ്പോൾ ഒരുപാട് ഗായകരുള്ളപ്പം ഇത്രയും ഒരു സ്വീകാര്യത ലഭിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് അപ്പോൾ തികച്ചും അതെ ദൈവാനുഗ്രഹമാണ്. അതെ അതെ അതെ. അപ്പോൾ ഉം. അതുകൊണ്ട് തന്നെ അപ്പോൾ എങ്ങനെയാ സെക്യുലർ സോങ്സ്, ഡിവോഷണൽ സോങ്സ് അങ്ങനെ പോവാണോ? അതെയോ ഡിവോഷണൽ മാത്രം പാടുന്നൊരു ഗായികയാവാനാണോ ആഗ്രഹം? ഞാൻ രണ്ടും പാടാറുണ്ട്. ഉം. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ പാടുന്നത് ക്രിസ്ത്യൻ ഡിവോഷനിലാണ്. യെസ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എനിക്ക് വേറെ എവിടെ നിന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. യെസ്. ഭയങ്കര കംഫർട്ടബിൾ ആണല്ലേ? ഭയങ്കര കംഫർട്ടബിളും ആണ്. എസ്പെഷ്യലി ലൈവ് ഒക്കെ ക്രിസ്ത്യൻ ഡിവോഷനിൽ പാടുമ്പോൾ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. യെസ്. അപ്പോൾ അതാണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ. അപ്പോൾ മരിയ ഇതുവരെ പാടിയിട്ടുള്ളതിൽ ഒരുപാട് റെക്കോർഡിംഗ് സെഷൻസ് ഒക്കെ പോയിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ ഏതെങ്കിലും പാട്ടൊക്കെ പാടുമ്പോൾ ഇങ്ങനെ ഒരു ഈശോയുടെ ഒരു സാന്നിധ്യമോ അല്ലെങ്കിൽ ലൈക്ക് ഒരു നമുക്ക് ചില സമയത്ത് ചില തിരിച്ചറിവുകളൊക്കെ വരുമല്ലോ. ചില പാട്ടുകളൊക്കെ പാടുമ്പോഴേക്കും ഈശോ ഇങ്ങനെ പാടാൻ എനിക്ക് അവസരം നൽകിയല്ലോ, അല്ലെങ്കിൽ ഈശോയുടെ ഒരു വലിയൊരു സ്നേഹമൊക്കെ അനുഭവിച്ചറിഞ്ഞ ഏതെങ്കിലും ഒരു നിമിഷങ്ങളുണ്ടോ? അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ആം, ഞാൻ പാടിയപ്പോഴല്ല, ഞാനൊരു പാട്ട് പാടി കഴിഞ്ഞിട്ട് ഒരു തവണ എന്നെ ഒരു സിംഗർ വിളിച്ചു പറഞ്ഞു. ആ ഒരു സോങ് കേട്ടപ്പോൾ ഹി വാസ് ഗോയിങ് ത്രൂ എ വെരി ടഫ് ടൈം. ഓക്കെ. പക്ഷെ അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു വലിയ ആശ്വാസമായിരുന്നു. നന്നായി പാടി അങ്ങനെയൊക്കെ പറഞ്ഞു ഒരു പാട്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് ഞാൻ ഇനീഷ്യലി ഞാൻ പാടി തുടങ്ങുമ്പോൾ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, എന്തുമാത്രം വലിയ ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള ബോധ്യം ഇല്ലാതെയാണ് ഞാൻ പാടി തുടങ്ങിയത്. ഓക്കെ. അത് ഓൺ ദ വേ ഞാനത് തിരിച്ചറിയുകയാണ് ചെയ്തത്. സോ അപ്പം ഇങ്ങനെ ഓരോരുത്തർ ഓരോ എക്സ്പീരിയൻസസ് പറയുമ്പോഴാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റിൻ്റെ ആ ഒരു മഹത്വം നമുക്ക് മനസ്സിലാവുന്നത്. അതെ അതെ. ഏതെങ്കിലും ഒരു ഫേവറേറ്റ് സോങ് ഇപ്പോൾ ഒന്ന് പാടാമോ? ഫേവററ്റ് സോങ് ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നിൽ നിന്നും എന്താ പറയുക, കൂടുതലും നല്ലൊരു കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുള്ള ഒരു പാട്ടാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ യെസ് യെസ് യെസ്. എന്ന് പറഞ്ഞ പാട്ട്. അതിന് തമിഴ് വേർഷൻ അതെ, അതിന്റെ തമിഴ് വേർഷൻ ഞാനാണ് ആ പാടിയത്. അതും എനിക്ക് ഭയങ്കരമായിട്ടൊരു റീച്ച് കിട്ടിയ ഒരു തന്നിട്ടുണ്ട്. പാട്ടാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ യെസ്. എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അത് അറിയാത്ത ആളുകളില്ലല്ലോ ആ അതെ സോങ് അതെ ഒക്കെ. അപ്പോൾ നമുക്കത് കേൾക്കാം. അത് കേൾക്കാം. ശരി. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം. എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഈ ഒരു സോങ് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആവാനുള്ള ഒരു റീസൺ അതിൻ്റെ ലിറിക്സും കൂടിയാണ്. അയ്യോ, കാരണം തീർച്ചയായിട്ടും. കൈപിടിച്ച് നടത്തുന്ന സ്നേഹം എന്നൊക്കെ പറയും, നമുക്കങ്ങ് വല്ലാണ്ട് ഈശോയുടെ ഒരു സ്നേഹം തോന്നുന്ന വരികൾ കൂടിയാണ്. അതെ, ഞാനിത് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുമ്പോഴാണ് ഇതിന്റെ തമിഴ് വേർഷൻ ഞാൻ പാടുന്നത്. പിന്നീടാണ് ഇത് റിലീസായത്. ആഹാ. പക്ഷെ ആ സമയത്ത് ഈ പാട്ടിന്റെ ആഴം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്ന് വെച്ചാൽ അത്രയും മെച്യൂരിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല ഇതിന്റെ ലിറിക്സ് മനസ്സിലാക്കാനോ. പക്ഷെ അന്ന് ദൈവാനുഗ്രഹം കൊണ്ട് അത് നന്നായി പ്രസന്റ് ചെയ്യാൻ പറ്റി.
പക്ഷെ പിന്നീടാണ് ഇത്രയും നല്ല ഒരു ലിറിക്സ് ഉള്ള നല്ലൊരു സോങ് ആയിരുന്നു എനിക്ക് അന്ന് ദൈവം തന്നതെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകുന്നത്. അതെ അതെ. യെസ്. ഈ പാട്ടിന്റെ തമിഴ് വേർഷനും കൂടെ ഒന്ന് പാടാൻ പറ്റുമായിരിക്കുമോ? തീർച്ചയായിട്ടും പാടാം. ഓക്കെ. ஒன்றுமில்லாமலே நின்ற என்னை கைப்பிடித்து நடத்தும் பேரன்பு எந்தன் பெரும் குறைகள் கண்ட பின்னும் ஆ நெஞ்சோடு சேர்க்கும் பேரன்பு இந்த நல்ல தெய்வத்துக்கு நான் என்ன செய்து நன்றி சொல்லுவேன். எந்த நற்ப ஜீவியத்தை நான் உந்தன் முன்னே സമർപ്പിക്കലാം. ബ്യൂട്ടിഫുൾ. കാരണം മരിയയുടെ കരിയറിലൊരു വലിയൊരു ബ്രേക്ക് ത്രൂ തന്ന ഒരു സോങ് കൂടിയാണ്. ഓൾസോ എനിക്ക് തമിഴ് ഓഡിയൻസിന്റെ ഇടയ്ക്ക് ഭയങ്കര റെക്കഗ്നിഷൻ തന്ന ഒരു പാട്ടാണിത്. യെസ്. ജിനോ ചേട്ടനാണ് ഈ പാട്ട് തന്നത്. സോ താങ്ക് യു ജിനോ ചേട്ടൻ. താങ്ക്സ് ടു ജിനോ കുന്നുമറത്തല്ലേ. ഓക്കെ. ഈ തമിഴൊക്കെ അപ്പോൾ എങ്ങനെയാ, ആരാ പഠിപ്പിച്ചതൊക്കെ? തമിഴ് പഠിപ്പിച്ചതൊന്നുമല്ല. അതിപ്പോൾ നമ്മൾ ഓരോ പാട്ട് പാടുമ്പോഴും അതിന്റെ ഡിക്ഷനൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് ഒരാളുണ്ടാവും യൂഷ്വലി. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ പാടി കഴിഞ്ഞിട്ടൊരു കറക്ഷൻ അവർ പറഞ്ഞു തരും. അപ്പം അങ്ങനെ കറക്റ്റ് ആണ് ചെയ്യാറുള്ളത്. അപ്പോൾ പാട്ടൊക്കെ ചെറുപ്പം തൊട്ടേ പഠിച്ച ആളായിരിക്കുമല്ലോ. പാട്ട് ചെറുപ്പം തൊട്ടേ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും കണ്ടിന്യൂ ഒക്കെ ചെയ്യുന്നുണ്ടോ? ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഞാൻ സ്കൂൾ ടൈമിലാണ് കൂടുതലും അങ്ങനെ കർണാട്ടിക് ഒക്കെ പഠിച്ചിട്ടുള്ളത്. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നേ, ഇപ്പം പാട്ട് പൊതുവേ ആളുകൾ മ്യൂസീഷ്യൻസ് ആയിട്ടുള്ളവരൊക്കെ ഇങ്ങനെ പാട്ട് പഠിക്കുന്നവരുണ്ട്, പാട്ട് പഠിക്കാത്തവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം മരിയയുടെ ലൈഫിൽ ശരിക്കും ഈശോ അത് ഭയങ്കരമായിട്ട് മരിയനെ ചൂസ് ചെയ്തു എന്നുള്ളത് എനിക്കിങ്ങനെ പലതവണ തോന്നിയിട്ടുണ്ട്. ഒത്തിരി പാട്ടുകൾ ഒത്തിരി ആളുകളിലേക്ക് ഒരു വേറൊരു വേറൊരു അനുഭവം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന രീതിയിൽ മരിയയുടെ വോയിസിനെ ഈശോ പലപ്പോഴും യൂസ് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് എന്നും തോന്നാറുണ്ട് അങ്ങനെ. കാരണം ഞാനൊരിക്കലും പാട്ടിൻ്റെ ഈ ഫീൽഡിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരാളെ അല്ല. ഒന്നാമത്തെ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. പിന്നെ കുറച്ചും കൂടെ ഞാനൊരു ജോലിയൊക്കെ ആയിട്ട് ഒരു സെക്യൂർ ലൈഫ് സ്റ്റൈൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഞാൻ സംഗീതം പഠിക്കുന്നത് സുനിൽ എന്ന് പറഞ്ഞൊരു സാറിൻ്റെ അടുത്താണ്. അപ്പം ഈ സാറിലേക്ക് ഞാൻ വരുന്നത് തന്നെ എൻ്റെ കാറ്റഗിസത്തിന് മെലു ടീച്ചർ മ്യൂസിക് ടീച്ചറാണ്. ഞങ്ങളെ കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് മാമിന് എൻ്റെ പ്രായത്തിലൊരു മോനുണ്ട്. അപ്പോൾ ഞങ്ങളെ അവൻ തന്നെ പാട്ട് പഠിക്കാൻ ഇരിക്കാത്തതുകൊണ്ട് എന്നാൽ നിങ്ങളെ ഒരുമിച്ചിരുത്താന്ന് പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് പാട്ട് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ പിന്നീട് അങ്ങനെ പാട്ട് പഠിച്ചു. പിന്നെ സാറ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടുന്ന് സ്ഥലം മാറി പോയിരുന്നു. അപ്പോൾ അവരാണ് എന്നെ നിർബന്ധിച്ച് അടുത്ത ആളുടെ അടുത്ത് പാട്ട് പഠിക്കാൻ വിടുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളെ ഗൈഡ് ചെയ്യാനുള്ള ആൾക്കാരെ ദൈവം ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ ഏഞ്ചൽസ് വോയിസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെയും പിന്നെ ഹോളി ബീറ്റ്സിലൂടെയും അങ്ങനെ ഓരോ സ്ഥലത്തും ദൈവം ഇങ്ങനെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ, പല ഗോഡ് ഫാദേഴ്സ് അല്ലേ. അതെ അതെ അതെ, തീർച്ചയായിട്ടും. പേരൻസിനൊക്കെ എന്താ അവരുടെ ഒരു അഭിപ്രായമൊക്കെ എന്താ? കാരണം ഇങ്ങനെ വീട്ടിൽ അങ്ങനെ ആരും പാടുന്ന ആൾക്കാരില്ല, മരിയയ്ക്ക് ഇത്രയും ഒരു റെക്കഗ്നീഷനൊക്കെ കിട്ടുന്നു, അവരുടെയൊക്കെ ഒരു ഇഷ്ടമാണോ? എൻ്റെ വീട്ടിൽ ഭയങ്കര സപ്പോർട്ടീവാണ്. എസ്പെഷ്യലി അമ്മയ്ക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് അമ്മയ്ക്ക് പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ദൈവം എനിക്ക് പാടാനുള്ള ഒരു കഴിവ് തന്നതെന്നാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടീവാണ്. എൻ്റെ പപ്പയും അമ്മയും സിബ്ലിങ്സും ഈവൻ കസിൻസ് ആണെങ്കിൽ പോലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് എൻ്റെ പാട്ടും ഈ കരിയറിലുള്ള ഗ്രോത്തും എല്ലാം കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഏതായാലും ഫൈനലി ഒരു മ്യൂസീഷ്യനായിട്ട് മാറാനുള്ള ഒരു ഡിസിഷനിലേക്ക് വരികയാണല്ലേ? അതെ, ഞാൻ ആക്ച്വലി എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഒരു ജോബായിരുന്നു എൻ്റെ മനസ്സിലുള്ള പിക്ചർ. പക്ഷെ ആ സമയത്ത് എനിക്കൊരു US ടൂർ ഞാൻ കമ്മിറ്റ് ചെയ്തിരുന്നു, ഒരു 1 month ടൂർ. അപ്പോൾ പിന്നെ നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു ലീവ് 1 മാസത്തേക്കൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാം. അങ്ങനെ കഴിഞ്ഞപ്പോൾ എനിക്ക് നോക്കാനുള്ള സമയം ദൈവം തന്നില്ല. എനിക്കപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പാട്ടിൽ ബിസിയായി. പിന്നീട് അങ്ങനെ പലപ്പോഴായിട്ടും തോന്നി ദിസ് ഇസ് ദ പാത്ത് ദാറ്റ് ഐ ഷുഡ് ഗോ. അല്ലെങ്കിൽ ഈ സമയത്ത് ദൈവം ഇതാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും എന്താ പറയാ, ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, നന്ദി മാത്രമേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നുന്നു ഇങ്ങനെ കേൾക്കുമ്പോൾ. കാരണം
ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പാട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒത്തിരി മരിയ ഇനിയും ഒത്തിരി നല്ല പാട്ട് നമുക്ക് തരുമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുമുണ്ട്. മരിയയുടെ ലൈഫിലെ ഇങ്ങനെ പാട്ടുകൾ പാടുമ്പോൾ മരിയയ്ക്ക് ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ആദ്യം പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് ലൈവ് പാടുമ്പോൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ലൈവ് പാടാൻ ഉദ്ദേശിച്ചത് കൊയറിൽ പാടുമ്പോഴാണോ അതെയോ വേറെ എന്തൊക്കെ പ്രോഗ്രാംസ് അങ്ങനെ പോകുമ്പോഴാണ് അങ്ങനെ ഒരു ഫീലിംഗ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ പാടുമ്പോൾ ഉറപ്പായിട്ടൊരു ദൈവാനുഭവം മറ്റുള്ളവർക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളൊരു കൺവിക്ഷനൊക്കെ കിട്ടിയ ഒരു അനുഭവം ഉണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ആ. അത് കൊയർ സിംഗിങ്ങിലല്ല. കൊയർ ഉം. ഞാൻ അങ്ങനെ അധികം പാടിയിട്ടില്ല. ഉം, ഉം, എൻ്റെ ഉം. പള്ളിയിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ആ. പാടാറുള്ളത്. എനിക്ക് അല്ലാതെ ലൈവ് സ്റ്റേജസ് കിട്ടുമ്പോഴാണ് ഉം. ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് കൂടുതലുണ്ടായിട്ടുള്ളത്. ഓക്കെ. എസ്പെഷ്യലി ഞാനിപ്പം മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു, ഒരു യു എസ് ടൂർ ഉണ്ടായിരുന്നു. ഒരു ആ. ക്രിസ്ത്യൻ ഡിവോഷണൽ മ്യൂസിക് ടൂർ ആയിരുന്നു. ഓക്കെ. അപ്പം ആ സമയത്ത് ഞങ്ങൾക്കൊരു കുറേ ഷോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ സ്റ്റേജിലും ചെല്ലുമ്പോൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് ദൈവത്തിൻ്റെ ഒരു പ്രസൻസും ഉം. പിന്നെ ഞാൻ ആ കൂടെ ഉണ്ടായിരുന്ന ആ ക്രൂ എന്ന് പറയുന്നതും ഭയങ്കര ദൈവാനുഭവത്തിൽ ഓക്കെ. നിൽക്കുന്ന, ഈശോയെ ഒത്തിരി സ്നേഹിക്കുന്ന കുറേ ആൾക്കാരായിരുന്നു. സോ ആരൊക്കെയായിരുന്നു? സിംഗേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് ഞാനും മെറിൻ ഗ്രിഗറി, ആ. ഇമ്മാനുവൽ ഹെൻറി, ഉം. പിന്നെ റോയ് പുത്തൂർ, ഈ ആ, സിംഗേഴ്സ് ഓക്കെ. ആയിരുന്നു. പിന്നെ യെസ്. ഓർക്കസ്ട്ര ഒരു വലിയ ക്രൂ ഉണ്ടായിരുന്നു. ഉം. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഈശോയോട് ഭയങ്കര ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഓരോരോ അവരുടെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ എന്താ പറയുക, അന്നൊക്കെയാണ് ഞാൻ ശരിക്കും റിയലൈസ് ചെയ്യുന്നത് എനിക്ക് എന്ത് വലിയ ഗിഫ്റ്റാണ് കിട്ടിയത്. ഉം. ഈശോയെ എന്തുമാത്രം എന്താ പറയുക, ഇനിയും മഹത്വപ്പെടുത്തുക അല്ലേ? മഹത്വപ്പെടുത്താനാണ് എനിക്ക് ഈ പടി തുറന്ന് തന്നിരിക്കുന്നതെന്നൊക്കെ ഞാൻ റിയലൈസ് ചെയ്യുന്നത് അപ്പോഴാണ്. പിന്നെ ആ യെസ്. സ്റ്റേജസിൽ നിന്നാണെങ്കിലും പല രീതിയിലുള്ള എക്സ്പീരിയൻസസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഉം. ഞാൻ നേരത്തെ ലൈവ്സ് അങ്ങനെ പാടുമ്പോൾ ഉം. പാട്ട് നന്നാക്കുക എന്നുള്ളൊരു തോട്ടായിരുന്നു തോട്ട്. എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം അത്രയും അറിവേ നമുക്ക് അന്നുണ്ടായിരുന്നുള്ളൂ. യെസ്. പക്ഷേ ആ ഒരു ടൂർ കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, ഈശോനെ മഹത്വപ്പെടുത്താനാണ് ഞാൻ അവിടെ നിൽക്കുന്നതെന്നുള്ള ബോധ്യം എനിക്ക് ഓ, യെസ്. മനസ്സിലായി തുടങ്ങി. എന്ന് വെച്ചാൽ പിന്നീട് ഒരു പാട്ട് പാടുമ്പോഴും ഉം. ഇറ്റ്സ് നോട്ട് അബൌട്ട് മീ, ഇറ്റ്സ് അബൌട്ട് ഹിം എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ തുടങ്ങി. യെസ്. എനിക്കൊന്ന് ബിനോജച്ചൻ്റെ ഒരു ലൈവ് ഈയിടെ കണ്ടിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? കുറച്ച് നല്ല ഒത്തിരി ആർട്ടിസ്റ്റുകളെ കണ്ടിരുന്നു ആ ഒരു വേദിയിൽ. ബിനോജച്ചൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ, ബിനോജ് അച്ഛന് എന്താ പറയുക, അച്ഛൻ്റെ പരിപാടിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഉം. എനിക്ക്. ഉം. കാരണം എപ്പോഴും പ്രൈസ് ആൻഡ് വർഷിപ്പാണ് ഉം. കൂടുതലായിട്ടും ചെയ്യുന്നത്. ഉം. അപ്പം ദിവ്യകാരുണ്യ ആരാധനയാണ് ഫുൾ ടൈം. നമ്മൾ പാട്ട് പാടി ഓക്കെ. ആരാധിക്കുകയാണ്. ഉം. ഞാനിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൈവ് പാടുമ്പോൾ ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യാറുണ്ട് ഈശോൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടെന്ന്. ഉം. ഉം. പക്ഷേ വിനോദ് അച്ഛൻ്റെ പരിപാടിയിൽ ദിവ്യകാരുണ്യ ആരാധനയാണ് ഫുൾ ടൈം. നമ്മൾ ഉം. ശരിക്കും അവിടെ ഫിസിക്കലി യെസ്. ഈശോ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ അവിടെ നിന്ന് യെസ്. പാടുക. യെസ്. പിന്നെ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഉം. പിന്നെ ബോത്ത് സിംഗിങ് വൈസ് ആണെങ്കിലും എനിക്ക് നല്ല കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ഉം. ആ ഒരു സർക്കിളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, മരിയ എങ്ങനെയാ മരിയയുടെ ഒരു ലൈവ് റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പം ഒരു റുട്ടീനല്ല, എങ്ങനെയായിരിക്കും പാട്ട് പാടി തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത്? ഐ മീൻ വോക്കലിൻ്റെ കാര്യങ്ങളല്ലാതെ ഒരു പ്രാർത്ഥനയായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയോ ഹാബിറ്റൊക്കെ ഉണ്ടോ? ഞാനെപ്പോഴും പാടുന്നതിന് മുമ്പൊന്ന് കുരിശ് വരച്ച് കഴിഞ്ഞിട്ടാണ് തുടങ്ങാറുള്ളത്. ഉം. പിന്നെ ഓൺ ദ വേ ഒക്കെ ഞാൻ ചിലപ്പോൾ റോസറി ചെല്ലുമോ അങ്ങനെ ഓക്കെ. എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഉം. അത് സ്ഥിരം അങ്ങനെയല്ല. ഉം. പറ്റുന്ന പോലെ ചെല്ലാറുണ്ട്. ഉം. ആം, പിന്നെ ഈ കുറേ നാളായിട്ട് ഞാൻ ഡെയിലി കുർബാന കൂടിയിട്ടാണ് പോകാറുള്ളത്. ഓക്കെ. ഞാൻ കുർബാന കുറേ കാലമായിട്ട്, കുറേ ഉം. മാസങ്ങളായിട്ട് ഞാൻ മുടക്കിയിട്ടില്ല. അപ്പോൾ ഓക്കെ. ഈശോയിനെയും കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. യെസ്. എന്ത് പാട്ട് പാടാനാണെങ്കിലും ഉം. അല്ലാതെ ഉള്ള സമയങ്ങളിലൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് പോലെയല്ല നമ്മൾ ഒരു ദിവസം കുർബാന കണ്ടിട്ട് ഉം. ഒരു പാട്ട് പാടാൻ യെസ്. പോകുമ്പോൾ എന്ന് തന്നെയല്ല, ഉം. ഏഹ്, എന്തൊരു കാര്യത്തിന് അതെ അതെ. പോകുമ്പോഴും നമ്മുടെ കൂടെ ഫിസിക്കലി ഈശോ യെസ്. ഉണ്ടെന്നുള്ള ഒരു അതെ അതെ അതെ. വിശ്വാസം നമുക്കപ്പോൾ ഉണ്ടാവും. ഈശോനെ കൂടെ കൂട്ടിക്കൊണ്ട് യാ പോവാന്നുള്ളത് അല്ലേ? അപ്പോൾ അതും അങ്ങനെ ഒരു ചേഞ്ച് എന്നിൽ വന്നിട്ടുണ്ട്. യെസ്. ഒക്കെ ഒരു ബിഫോർ മരിയ ആൻഡ് ആഫ്റ്റർ മരിയ എന്നുള്ളൊരു സാധനം ഉണ്ടോ? ലൈക്ക് അങ്ങനെ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വെറും ഒരു പാട്ടുകാരിയായി മാത്രമാണ് ഞാൻ എന്താ പറയുക, ഞാൻ എന്നെ യെസ്. കണ്ടിരുന്നതും. ഇതിൻ്റെ പിന്നിലൊരു വലിയ മിഷൻ ഉണ്ട് എന്നുള്ളതിൻ്റെ ബോധ്യമില്ലാതെയായിരുന്നു. വലിയൊരു ഗോൾ, ഇങ്ങനെ ഒരു ഗോൾ ഉണ്ടെന്നുള്ളത് ഇങ്ങനെ ഒരു തിരിച്ചറിവ്. കോൾ ഉണ്ടെന്നുള്ളത് ഞാൻ യെസ്. അന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. പിന്നീടാണ് അതിൻ്റെ ഒരു എന്താ ഒരു ഡെപ്ത് ഒക്കെ മനസ്സിലാവുന്നത്. മനസ്സിലാവുന്നു അല്ലേ? നമുക്ക് ചാലഞ്ചസ് ഒക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ചാലഞ്ചസ് ഉണ്ട്, പാട്ടുകാർക്ക് ഇല്ലാന്നല്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചാലഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഒരു
ഞാനൊരു ധ്യാനം കൂടാൻ പോയിരുന്നു. കുറച്ച് നാൾ മുമ്പാണ്, ഒരു വർഷമായി കാണും. അപ്പോൾ അന്ന് ഐ ഫുള്ളി സറണ്ടേർഡ് മൈസെൽഫ് ടു ജീസസ്. എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇനി ഈശോ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഞാൻ ഇനി ഒന്നുമില്ല, എന്താ പറയുക, ഈശോ എനിക്ക് വേണ്ടി ഫുൾ ചെയ്തോണം എന്നുള്ളൊരു ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ഫുള്ളി സറണ്ടർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ സ്കെഡ്യൂൾസിൽ ഞാൻ നോക്കുമ്പോൾ ഒരു വലിയ ചേഞ്ചാണ്. എന്ന് വെച്ചാൽ ഞാൻ വലിയ എഫേർട്ട് ഇടണ്ട, എല്ലാം ഈ ദിവസം കഴിഞ്ഞ് അടുത്ത റെക്കോർഡിങ്, ഈ ദിവസം കഴിഞ്ഞ് അടുത്ത റെക്കോർഡിങ്, ഇങ്ങനെയാണ് വരാറുള്ളത്. അല്ലാതെ ക്രമീകരിച്ച് തരുന്നത് അതുപോലെയാണ്. അപ്പം അങ്ങനെ എനിക്ക് വലിയൊരു ചേഞ്ച് അനുഭവപ്പെട്ടിട്ടുണ്ട് ആഫ്റ്റർ സറണ്ടറിങ് മൈസെൽഫ് ടു ഹിം. അപ്പോൾ തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയില്ല. കാരണം ബിഫോർ എന്നുള്ളൊരു കഥ അല്ലെങ്കിൽ ആഫ്റ്റർ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു കണക്ഷൻ ഈശോയായിട്ട് ബിൽഡ് ചെയ്യാൻ ഇപ്പോൾ മരിയയ്ക്ക് സാധിച്ചു അല്ലേ? നേരത്തെ ഇല്ല എന്നല്ല, പക്ഷേ കുറച്ചുകൂടി കൂടുതൽ ഒരു ബോധ്യം അല്ലെ, ഒരു കൺവിക്ഷൻ, ഇതാണ് വഴി, ഇതിലേ പോകാമെന്നൊക്കെ ഈശോ പറയുന്ന പോലെ തന്നെയുള്ള ആ ഒരു കൺവിക്ഷനിലേക്ക് എത്താൻ പറ്റി. ആ ഒരു ഡെപ്ത് ശരി മരിയയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പോൾ നല്ലൊരു സോങ് ഈ സമയത്ത് നമുക്ക് കേട്ടാലോ? തീർച്ചയായിട്ടും. യെസ്. ഒത്തിരി നല്ല വരികളുള്ളൊരു പാട്ടല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ ഒരു പാട്ടിലൂടെ അങ്ങ് വന്ന പോലെ ഫീൽ ചെയ്തു അല്ലേ? ആ ഒരു ഈശോ ആവുന്ന കുശവൻ്റെ കയ്യിലേക്ക് നമ്മൾ നമ്മുടെ മൺപാത്രം സമർപ്പിക്കുമ്പോൾ ഈശോ അതിനെ ഒത്തിരി കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റുന്ന ഒരു ഈശോയുടെ സ്നേഹം. അപ്പോൾ ഒത്തിരി സന്തോഷം നമ്മുടെ ഹൃദയതാളത്തിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ വന്നതിലും. ഒത്തിരി നല്ല പാട്ടുകൾ പാടി ഒത്തിരി പേർക്ക് ഒത്തിരി ദൈവാനുഭവം നിറയട്ടെ. ഇനിയും നിലവിൽ മരിയ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അത് ഒരുപാട് പേർക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇനി മുമ്പോട്ടും ഒത്തിരി നല്ല പാട്ടുകൾ ക്രിസ്തീയ ഭക്തിഗാന രംഗത്തും മറ്റ് എല്ലാ രംഗങ്ങളിലും മരിയയ്ക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ஒன்றுமில்லாமலே நின்ற என்னை கைப்பிடித்து நடத்தும் பேரன்பு, எந்தன் பெரும் குறைகள் கண்ட பின்னும் நெஞ்சோடு சேர்க்கும் பேரன்பு, இந்த நல்ல